മനുഷ്യർക്കൊപ്പമെന്ന വിഷയം പ്രതിപാദിക്കുമ്പോൾ പ്രവാസികളെ മറന്ന് സംസാരിക്കാൻ കഴിയില്ല. കാരണം കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ പ്രദേശമാണ് നാദാപുരം പരിസര പ്രദേശങ്ങൾ. പ്രവാസികൾ നാടിന്റെ നട്ടെല്ലുകളാണ്. അവർ ഇവിടത്തെ നാട് പടുത്തുയർത്തി സംസ്കരിച്ചവരാണ്. വിജ്ഞാന ഗോപുരങ്ങൾ പടുത്തുയർത്തിയവരാണ്. നിരവധി സംസ്കാരങ്ങൾ നാടിന് സമ്മാനിച്ചവരാണ്. അവർ ഒരിക്കലും മെഴുകുതിരികളാകാൻ പാടില്ല. അവരെ ഒരിക്കലും ATM മെഷീനുകളായി കറവപ്പശുവിനെ കറക്കുന്ന പോലെ കറക്കുന്നവരായി കാണാൻ പാടില്ല. പ്രവാസ ലോകത്തിന്റെ തുടക്കം അത് പ്രവാസ ചരിത്രവും മനുഷ്യ ചരിത്രത്തോളം നീണ്ടു നിൽക്കുന്നതാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ഈ ലോകത്ത് ഇറങ്ങിയത് ഭൂമിയിലാണെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവാസം നടത്തി. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. ലോകത്ത് ഈ നാഗരികതകളും പട്ടണങ്ങളും വികാസങ്ങളൊക്കെയും നടന്നത് പ്രവാസങ്ങളെ കൊണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് യസ്രിബ് പറയുന്ന എല്ലാ നിലക്കും വെറുക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശത്തെ മദീന, ലോകം മുഴുവനും ആകർഷിക്കുന്ന മദീന എന്നൊരൊറ്റ വാക്ക് കേട്ടാൽ ലോകത്തിന്റെ മനസ്സിൽ ഒന്നേ ഒന്ന് മദീനത്തുർ റസൂൽ ആക്കി മാറ്റി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മനുഷ്യാവകാശ പ്രഭാഷണം ഹജ്ജത്തുൽ വദാഇൽ നടത്തിയപ്പോൾ ഈ അനുഗ്രഹീത സദസ്സിലുള്ളവർ എന്റെ ശബ്ദം കേട്ടവർ കേൾക്കാത്തവർക്ക് എത്തിക്കട്ടെ എന്ന് പ്രഖ്യാപിച്ചപ്പോൾ 1,40,000 വരുന്ന സ്വഹാബത്തിൽ 10,000 സ്വഹാബിമാർ മാത്രമാണ് മക്ബറകളെ ഹിജാസിലെ സൗദിയിൽ കാണാൻ കഴിയും. 1,00,000-ലധികം സ്വഹാബിമാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പ്രവാസികളായി എത്തി. അവിടങ്ങളെല്ലാം സത്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രഭ പ്രചരിപ്പിച്ചു. ലോകമൊട്ടുക്കും പ്രഭാപൂരിതമാക്കി. അങ്ങനെ വളർന്ന് നമ്മുടെ മലയാളികളും പ്രവാസത്തിൽ വളരെ മുന്നിലായി. വളരെ ദാരിദ്ര്യവും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞൊരു സമയം. പലപ്പോഴും പ്രവാസത്തിന്റെ കാരണങ്ങൾ ഉപജീവനം, സുരക്ഷ, മെച്ചപ്പെട്ട അവസരങ്ങൾ എന്നിവ തേടി മനുഷ്യന്മാർ കുടിയേറി. ഈ കേരളം വികസിച്ചതെങ്ങനെ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എല്ലാ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കേരളക്കാരന്റെ കയ്യിൽ കുരുമുളകുണ്ട്, മഞ്ഞളുണ്ട്, ഏലമുണ്ട്, സുഗന്ധങ്ങളുണ്ട്. അത് മുഴുവനും ഈ നാട്ടുകാർക്ക് ഉപയോഗിച്ച് തീരാൻ കഴിയില്ല. ധാരാളം അറബികൾ കേരളത്തിലേക്ക് പ്രവാസികളായെത്തി. അവിടുന്ന് നല്ല വിലപിടിപ്പുള്ള ഇവിടുത്തെ സുഗന്ധവ്യഞ്ജനങ്ങളും തേക്കുകളും ഏലങ്ങളും കുരുമുളകുകളും ഇവിടുത്തെ ഇഞ്ചികളും ഇവിടുത്തെ തെക്കാലങ്ങളും ഒക്കെ അവർ കൊണ്ടുപോയി. നാടിന് എന്തെല്ലാം സമ്മാനങ്ങൾ നൽകി. ഈ പഴക്കമുള്ള സാമൂഹ്യ പ്രതിഭാസമായ പ്രവാസം മനുഷ്യർ ഒരു നാഗരിക സമൂഹമായി മാറി ഒരിടത്ത് മറ്റൊരിടത്തേക്ക് കുടിയേറിയതിലൂടെയാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം മനുഷ്യ ജീവിതം എന്ന് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്കുള്ളൊരു പ്രവാസം. ഭൂമിയിൽ ഒരു വഴിയാത്രകനെ പോലെയോ വിദേശിയെ പോലെ ജീവിക്കുക എന്ന സന്ദേശം നമുക്ക് നൽകുന്നത് എപ്പോഴും ഒരു മുസ്ലിം
ഒരു പ്രവാസിയായി മാത്രം ജീവിക്കണം. ഇതവന്റെ ശാശ്വതമായ വാസസ്ഥലം ഒരിക്കലുമല്ല. ഇപ്പൊ കണ്ടോ, സമത്വന്റെ ആലിമ്യങ്ങൾ പറഞ്ഞത് മതമേതായാലും വിരോധമില്ല എന്ന് പറഞ്ഞല്ലേ പോയത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായിട്ട് ഇവിടെ 100 കൊല്ലം തികയുകയാണല്ലോ. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് ഇവിടെ ജനങ്ങളെ വിശ്വാസം പേഴ്ചു പോകാതെ സൗഹാർദ്ദത്തിലും മൈത്രിയിലും ജീവിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ആ പഠിപ്പിച്ച നയത്തിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാതെ നമ്മുടെ ഉസ്താദുമാരും നമ്മുടെ സാന്നിധ്യങ്ങളായ പണ്ഡിതന്മാരും നമ്മളെ നയിച്ചു. അതാണ് നാം ഇപ്പോൾ അവരിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞാലും അതിന് തെറ്റിദ്ധരിപ്പിക്കാനും തെറ്റായ നിലക്ക് വ്യാഖ്യാനം ചെയ്യാനും നടക്കുന്ന കുറേ ആളുകൾ ഇപ്പൊ കണ്ടോ. കാന്തപുരം വന്നിട്ട് അതുപോലെ പേരോട് വന്നിട്ട് മതമേതായാലും വിരോധമില്ല എന്നാണ് പ്രസംഗിച്ചു പോയത് എന്ന് നാളെ തന്നെ ഒരാൾ വന്ന് പറയാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളെ പാടും ലോകത്ത് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിത്രയും വ്യക്തമായി പറഞ്ഞത്. മതമേതായാലും എന്ന വാദം അല്ല നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതം എന്നും അതേ സമയത്ത് ആ മതത്തെ ആരുടെയും മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ല. അതാണ് മതരാഷ്ട്ര വാദമെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിക റിപ്പബ്ലിക്ക് ഇവിടെ ഉണ്ടായാലേ പറ്റുകയുള്ളൂ എന്ന് പറയുന്ന വാദമല്ല നമ്മുടെ വാദമെന്നും ഇഷ്ടമുള്ളവർക്ക് അവർക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാം എന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടന അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നവർ മുസ്ലിമായി തന്നെ മുസ്ലിമിന് ജീവിക്കാം. ഇതാണ് നാം നിങ്ങളെ പഠിപ്പിക്കുന്നത്.